പരിശുദ്ധ നോമ്പിലെ 9-ാം ദിവസമായ ഇന്നത്തെ സുവിശേഷം വിശുദ്ധനായ മത്തായി ശ്ലീഹ അറിയിച്ച സുവിശേഷം 11-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ. ഇവിടെ ആർദ്രമായ ഒരു ക്ഷണം ഈശോ വെച്ച് നീട്ടുകയാണ്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. But we need to notice, he does not say, come when you are perfect. നിങ്ങൾ പൂർണ്ണരായിരിക്കുമ്പോൾ വരാനല്ല ഈശോ ആവശ്യപ്പെടുന്നത്, മറിച്ച് come when you are burdened. നിങ്ങൾ ഭാരം വഹിക്കുമ്പോൾ എൻ്റെ അടുക്കിലേക്ക് വരിക. ഒരർത്ഥത്തിൽ നോമ്പിൻ്റെ അവസരം നമ്മുടെ ഭാരങ്ങളെ തുറന്നു കാട്ടുന്ന സമയമാണ്. ആവർത്തിച്ചുള്ള പാപത്തിൻ്റെ ഭാരം, ഒരുപക്ഷെ ജീവിതത്തിലെല്ലാം നിയന്ത്രിക്കാൻ ശ്രമിച്ചതിൻ്റെ ക്ഷീണിത ഭാരം, വിഭജിത ജീവിതത്തിൻ്റെ സമ്മർദ്ദഭാരം, ഇങ്ങനെ നീളുക. നമ്മിൽ പലരും ക്ഷീണിതരാം, ശാരീരികമായി മാത്രമല്ല ആത്മീയമായി. And Jesus' invitation is radical. കാരണം അത് വിനയം ആവശ്യപ്പെടുകയാണ്. എനിക്കിതൊറ്റയ്ക്ക് വഹിക്കാൻ കഴിയും എന്ന് പറയുന്ന അഹങ്കാരത്തിൻ്റെ മനസ്സിനെ ഉപേക്ഷിച്ച് എളിമപ്പെട്ട് അവനോട് ചേർന്നിരിക്കാനുള്ള ഒരു ക്ഷണമാണിത്. ശേഷം ഈശോ പറയുകയാണ്, എൻ്റെ നുകം വഹിക്കുവീൻ. നമുക്കറിയാം, പുരാതന കാലത്ത് നിലമുഴാൻ 2 മൃഗങ്ങളെ ഒരുമിച്ച് ഒരു നുകത്തിൽ ബന്ധിപ്പിക്കുമ്പോൾ ശക്തനായൊരു മൃഗത്തെ ദുർബലനായ ഒരു മൃഗവുമായിട്ടാണ് സാധാരണ നുകത്തിൽ കെട്ടുക. അങ്ങനെ ചെയ്യുമ്പോൾ ശക്തനായ മൃഗത്തിന് ഭാരത്തിൻ്റെ ഭൂരിഭാഗവും വഹിക്കാനായി കഴിയും. ഇതാണ് ഒരർത്ഥത്തിൽ ഈശോയുടെ വാഗ്ദാനം ചെയ്യുന്നത്. അവൻ കുരിശ് നീക്കം ചെയ്യുന്നില്ല, മറിച്ച് നമ്മുടെ ഭാരം ഈശോ പങ്കിടാമെന്നുള്ള ഉറപ്പ് നൽകുകയാണ്. എന്നാൽ ഇവിടെ ഒരു ദുരന്തം ഉണ്ട്. ക്രിസ്തുവിൻ്റെ നുകത്തേക്കാൾ നമ്മിൽ പലരും ഇഷ്ടപ്പെടുന്നത് ഈ ലോകത്തിൻ്റെ ഭാരങ്ങളെ ആണ് എന്നുള്ളത് സങ്കടകരമായ സത്യമാണ്. വൈരാഗ്യം, വിദ്വേഷം, വെറുപ്പ്, ഇവയിലൊക്കെ പലപ്പോഴും നാം പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. നമ്മെ പല വിധത്തിൽ തളർത്തുന്ന ഈ ലോകത്തിൻ്റെ ശീലങ്ങളിൽ, നമ്മെ ശ്വാസം മുട്ടിക്കുന്ന ഉത്കണ്ഠകളിലൊക്കെ പലപ്പോഴും നാം അറിയാതെ മുറുക്കെ പിടിച്ചിരിക്കുകയാണ്. എന്നിട്ടും ഈശോ പറയുക, എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. കാരണം അവൻ്റെ നുകമെന്നത് സ്നേഹമാണ്. സ്നേഹം കഷ്ടപ്പാടിനെ അർത്ഥമാക്കി മാറ്റുന്നു. ക്രിസ്തുവിന് ഈ നോമ്പുകാലത്ത് നമ്മെ വീണ്ടെടുക്കാൻ അതിയായ ആഗ്രഹമുണ്ട്. തൻ്റെ രക്ഷാകരമായ നുകം ഏറ്റെടുത്തുകൊണ്ട് നമ്മെ തളർത്തുന്ന ഭാരങ്ങളെയും പ്രയാസങ്ങളെയും കൈമാറുവാൻ ഈശോ നമ്മെ ക്ഷണിക്കുക. പരിശുദ്ധ കുമ്പസാരത്തിൽ അവൻ്റെ അടുക്കൽ വരൂ. നിശബ്ദ പ്രാർത്ഥനയിൽ അവൻ്റെ അടുക്കൽ വരൂ. സത്യസന്ധമായി അവൻ്റെ അടുക്കൽ വരൂ. ഓർക്കുക, കീഴടങ്ങുന്ന ആത്മാവാണ് വിശ്രമം കണ്ടെത്തുന്നത്. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.